നമസ്കാരം. പ്രധാന വാർത്തകൾ. മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യത. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശിയേക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെയ് 13 ഇത്തവണത്തെ കാലവർഷം തെക്കൻ ആൻഡമാൻ കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ ചില ഭാഗങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വെള്ളി, ശനി ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എറണാകുളം വൈറ്റിലയിലെ ഗതാഗത കുരുക്ക് അഴിക്കാൻ നടപടിയുമായി ഗതാഗത മന്ത്രി. ആദ്യഘട്ടമെന്ന നിലയിൽ തൃപ്പൂണിത്തുറ മുതൽ വൈറ്റില വരെയുള്ള ഗതാഗത തടസ്സത്തിന് പരിഹാരമായി സിംഗിൾ ലൈൻ സംവിധാനമൊരുക്കും. വൈറ്റില പാലത്തിന് താഴെയുള്ള മീഡിയനുകൾ മുറിച്ചുമാറ്റി റോഡിന് വീതി കൂട്ടുമെന്നും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഇടപ്പള്ളിയിലും കളമശ്ശേരിയിലും നെടുമ്പാശ്ശേരിയിലും വിജയിച്ച പരിഷ്കരണങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് കൊച്ചിക്ക് തീരാക്കുരുക്കായ വൈറ്റില ജംഗ്ഷൻ പരിഷ്കരണത്തിന് മന്ത്രി ഇറങ്ങി പുറപ്പെടുന്നത്. അഴിച്ചാലും തീരാത്ത വൈറ്റിലയിലെ കുരുക്കിന് പരിഹാരം കാണാൻ ആദ്യഘട്ടത്തിൽ ഒറ്റവരിപ്പാത ഒരുക്കും. കടവന്ത്രയിൽ നിന്ന് വൈറ്റിലയിലേക്കും തൈക്കൂട്ടത്ത് നിന്ന് വൈറ്റിലയിലേക്കുമാണ് ഒറ്റവരിപ്പാത. പാലാരിവട്ടം ഇടപ്പള്ളി ഭാഗത്തേക്ക് ഫ്രീ ലെഫ്റ്റ് നൽകി ഗതാഗത സംവിധാനം പരിഷ്കരിക്കും. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഡിവൈഡറുകളും സ്ഥാപിക്കും. ഇന്ത്യൻ സൈന്യം അഭിമാനം. ഇതാണ് ഞങ്ങളുടെ മറുപടി. എൻ രാമചന്ദ്രന്റെ മകൾ ആരതി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ നൽകിയ മറുപടി അഭിമാനകരമെന്ന് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രന്റെ മകൾ ആരതി. വാർത്ത കേട്ടപ്പോൾ സന്തോഷം തോന്നിയെന്നും ഇന്ത്യൻ സൈന്യം അഭിമാനമാണെന്നും ആരതി പറഞ്ഞു. നമുക്ക് വേണ്ടി രാജ്യം ഇത് ചെയ്തു എന്നത് സന്തോഷകരമാണ്. നമ്മുടെ മണ്ണിലാണ് ഞങ്ങൾ നിന്നിരുന്നത്. ആ മണ്ണിലാണ് അവർ വന്ന് ഒരു ദയവുമില്ലാതെ നിരപരാധികളെ കൊന്നുകളഞ്ഞത്. ഇതുപോലെ ഇന്ത്യ തിരിച്ചടിക്കണം. എനിക്കടക്കമുണ്ടായ നഷ്ടം നികത്താനാകില്ല. കണ്ട കാഴ്ചകൾ മറക്കാനാകില്ല. പക്ഷേ ഇന്ത്യക്കാരി എന്നതിൽ ഇപ്പോൾ ഞാൻ അഭിമാനിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നുവെന്നും ആരതി കൂട്ടിച്ചേർത്തു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ മലയാളി യുവാവ് മരിച്ച നിലയിൽ. പാലക്കാട് കാഞ്ഞിപ്പുഴ വർമ്മംകോട് അബ്ദുൾ സമദ് ഹസീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷാനിബിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുൽമാർഗിലെ വനമേഖലയിലാണ് മൃതദേഹം കണ്ടത്. കഴിഞ്ഞ മാസം 13-നാണ് മുഹമ്മദ് ഷാനിബ് വീട്ടിൽ നിന്ന് പോയത്. മൃതദേഹം കണ്ടെത്തിയ വിവരം ഗുൽമാർഗ് പോലീസ് കുടുംബത്തെ അറിയിച്ചു. മൃഗങ്ങൾ ആക്രമിച്ചതിന്റെ പരിക്കുകൾ ശരീരഭാഗത്തിലുണ്ടെന്ന് ഗുൽമാർഗ് പോലീസ് പറഞ്ഞതായി നാട്ടുകൽ പോലീസ് അറിയിച്ചു. അതീവ ജാഗ്രതയിൽ രാജ്യം. റെഡ് അലർട്ട്. സുരക്ഷ ശക്തമാക്കി. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ ഉത്തർപ്രദേശിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എല്ലാ UP പോലീസ് സംവിധാനങ്ങളും പ്രതിരോധ യൂണിറ്റുകളുമായി ഏകോപിപ്പിക്കാനും സുപ്രധാന സ്ഥാപനങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്താനും നിർദ്ദേശം നൽകിയതായി UP DGP Xൽ അറിയിച്ചു. കനത്ത നിയന്ത്രണങ്ങളാണ് അതിർത്തി പ്രദേശങ്ങളിലുള്ളത്. ഉത്തർപ്രദേശിന് പുറമെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും കനത്ത ജാഗ്രത ഒരുക്കിയിട്ടുണ്ട്. പ്രധാന സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിരീക്ഷണത്തിലുണ്ട്. ശ്രീനഗർ, ജമ്മു, ധരംശാല, അമൃത്സർ, ലേ, ജോധ്പൂർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നീ വിമാനത്താവളങ്ങൾ അടച്ചു. ഈ വിമാനത്താവളങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് വിമാന സർവീസുകളും പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്.